What kind of a diplomacy is this, Prime Minister Narendra Modi? मोदी तो फेल हो गया, क्या मजा ले रहे थे. ഇതാണോ നിങ്ങളുടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ? ആ ബൂത്ത് മൊത്തം സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതിയായിരുന്നു. എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്തിനാ എത്ര അധികം പണം ചെലവഴിക്കുന്നതെന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമസ്തേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്താകുലരാകുന്നത് ചെലവുകളെ ആലോചിച്ചാണ്. മാസാമാസമുള്ള താമസത്തിന്റെ ഭക്ഷണത്തിന്റെ ചെലവുകൾ, ഇനി ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ കുടുംബത്തിന്റെ ചെലവുകൾ, കുട്ടികളുടെ സ്കൂൾ ചെലവുകൾ, പച്ചക്കറി ഹോസ്പിറ്റൽ വക ചെലവുകൾ വേറെ. എൻ്റെ മമ്മി പോലും എന്നെ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് എൻ്റെ അമിതമായ ചെലവുകൾ കാരണമാണ്. കുടുംബത്തിന്റെ പൈസ ആണെങ്കിലും ജനങ്ങളുടെ പൈസ ആണെങ്കിലും അതെങ്ങനെ ചെലവഴിച്ചു എന്ന് പറയാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചില അമിതമായ ചെലവുകൾ ഞാൻ ഇവിടെ തുറന്നു കാണിക്കാൻ താല്പര്യപ്പെടുന്നു. മാത്രമല്ല, ഇത്രയും വലിയ തുക ചിലവഴിക്കുന്ന പ്രധാനമന്ത്രി അതിന് ഉത്തരവാദിയാണോ എന്ന് പരിശോധിക്കാൻ ഞാൻ ഇന്നിവിടെ ആഗ്രഹിക്കുന്നു. ബ്രാൻഡ് മോദി അല്ലെങ്കിൽ നമ്മുടെ നല്ല പ്രധാനമന്ത്രിയുടെ ചില നല്ല അഡ്വർടൈസ്മെന്റ് ചെലവുകൾ പറഞ്ഞു തുടങ്ങട്ടെ. 2014 തൊട്ട് 2025 വരെ, അതായത് അദ്ദേഹം അധികാരമേറ്റ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള അഡ്വർടൈസ്മെന്റ് ചെലവുകൾ പറഞ്ഞു തുടങ്ങട്ടെ. 2014 തൊട്ട് 2015 വരെ 692 കോടി, 2015 തൊട്ട് 2016 വരെ 914 കോടി, 2016 തൊട്ട് 2017 വരെ 961 കോടി രൂപ, 2017 തൊട്ട് 2018 വരെ 980 കോടി, 2018 തൊട്ട് 2019 വരെ 915 കോടി, 2019 തൊട്ട് 2020 വരെ 348 കോടി. അവിടെ ഒരുപാട് കുറഞ്ഞു വന്നിട്ടുണ്ട്. 2020 തൊട്ട് 2021 വരെ 209 കോടി, 2021 തൊട്ട് 2022 വരെ 136 കോടി, 2022 തൊട്ട് 2023 വരെ 126 കോടി. അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെലവാക്കിയ തുകയുടെ വിവരാവകാശ രേഖ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ സ്വന്തമായി ഒന്ന് വെരിഫൈ ചെയ്യുക. 2014 മുതൽ 2023 വരെയുള്ള ചെലവുകൾ പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ 5284 കോടി രൂപ വരും. 2023 തൊട്ട് 2024 വരെ അനുവദിച്ച ബഡ്ജറ്റ് തുക 1078 കോടി രൂപ. 2024 തൊട്ട് 2025 വരെ അനുവദിച്ച ബഡ്ജറ്റ് തുക 1089 കോടി. 2025 തൊട്ട് 2026 വരെ അനുവദിച്ച ബഡ്ജറ്റ് തുക 1210 കോടി. 2023 തൊട്ട് 2025 വരെ അഡ്വർടൈസ്മെന്റിനായി ചെലവഴിച്ച തുകകളുടെ കണക്കുകൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. കേന്ദ്ര ധനസഹായം നൽകുന്ന പദ്ധതികൾക്കോ വികസന പദ്ധതികൾക്കോ മോദിയുടെ ചിത്രം വെച്ചില്ലെങ്കിൽ സർക്കാർ ഫണ്ട് തടഞ്ഞു വെക്കുന്നു. പല സംസ്ഥാനങ്ങളും റീബ്രാൻഡിങ് ചെയ്യാൻ നിർബന്ധിതരാകുന്നു. BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ ഇത് പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കർഷകർക്ക് MSP നൽകാൻ കഴിയുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ അഡ്വർടൈസ്മെന്റിന് ഇത്ര അധികം പൈസ ചെലവഴിക്കുന്നത്. 540 ദിവസത്തിലേറെയായി കർഷകർ ഇതേ ആവശ്യം പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്നു. സാമ്പത്തിക നിയന്ത്രണങ്ങൾ MSP ഉറപ്പാക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നുവെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. എന്നിട്ടും പബ്ലിസിറ്റിക്കായി നിങ്ങൾക്ക് ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിക്കാനുണ്ട്. ഇത് എങ്ങനെ ന്യായീകരിക്കാനാവും? സെൽഫി ബൂത്തിന് വേണ്ടി ചെലവഴിച്ച പൈസ എത്രയാണെന്നറിയണോ? ചുമ്മാ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ആ സെൽഫി ബൂത്ത് അവിടെ വെച്ചിരുന്നത്. ആ ബൂത്ത് മൊത്തം സർക്കാരിൻ്റെ ഒരു പുതിയ പദ്ധതിയായിരുന്നു. ചെലവ് കുറഞ്ഞ രീതിയിൽ സർക്കാരിൻ്റെ പദ്ധതികളും നയങ്ങളും പൊതുജന മധ്യയിൽ എത്തിക്കാനായി. ഇനി ഈ ബൂത്തിന് വേണ്ടി ചെലവഴിച്ച തുക എത്രയാണെന്നറിയണോ നിങ്ങൾക്ക്? അജയ് ബാസുദേവ് ബോസ് 21/12/2023 സമർപ്പിച്ച വിവരാവകാശ രേഖ പ്രകാരം ഒരു താൽക്കാലിക സെൽഫി ബൂത്തിന് ചെലവ് 1.25 ലക്ഷം രൂപയാണ്. ഒരു സ്ഥിരം സെൽഫി ബൂത്തിന് ചിലവ് 6.25 ലക്ഷം രൂപയാണ്. 5 ഡിവിഷനുകളിലായി 50 റെയിൽവേ സ്റ്റേഷനുകളിലായി 20 സ്ഥിരവും 30 താൽക്കാലിക ബൂത്തുകളും സ്ഥാപിച്ചു. ആകെ ചിലവ് സ്ഥിരം ബൂത്തുകൾക്ക് 1.25 കോടി, താൽക്കാലിക ബൂത്തുകൾക്ക്
375 കോടി രൂപ. എന്തിനാണ് അഡ്വർടൈസ്മെന്റ് ഇത്രയധികം പണം ചെലവഴിക്കുന്നത്? മേക്ക് ഇൻ ഇന്ത്യ, സ്വച്ഛ് ഭാരത്. നമ്മൾ സ്വച്ഛ് ഭാരത് ആയോ? ഇത് മൺസൂൺ കാലമാണ്. നിങ്ങൾ ഡൽഹിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒട്ടുമിക്ക റോഡുകളിലും വെള്ളം കെട്ടിക്കിടക്കുന്ന കാണാൻ പറ്റും നിങ്ങൾക്ക്. നമ്മുടെ തലസ്ഥാന നഗരം മലിനമായി തുടരുകയും സർക്കാരിന് അത് വൃത്തിയുള്ളതും മലിനീകരണരഹിതമായി നിലനിർത്താൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയധികം പണം ചെലവഴിക്കുന്നത്? അടുത്ത അഡ്വർടൈസ്മെന്റ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. 2023 മെയ് മാസത്തിൽ മണിപ്പൂരിൽ നടന്ന ഭീകരാക്രമണത്തിൽ 2 കുക്കി സ്ത്രീകളെ, ഒരു അമ്മയും മകളെയും നഗ്നരായി നടത്തുകയും ഒരു ജനക്കൂട്ടം ആക്രമിക്കുകയും ചെയ്തു. 2022 ഉത്തരാഖണ്ഡിൽ ഒരു BJP നേതാവിന്റെ മകൻ പുൽകിത് ആര്യ റിസപ്ഷനിസ്റ്റായ അൻകിത ഭണ്ഡാരിയെ കൊലപ്പെടുത്തുന്നതുവരെ സ്ത്രീകൾക്കെതിരായ ആക്രമണം ശിക്ഷയില്ലാതെ തുടരുന്നു. 2023 തുടക്കത്തിൽ സാക്ഷി മാലിക്, ബജറംഗ് പൂനിയ, വിനേഷ് ഫോഗാട്ട് തുടങ്ങിയ ഒളിമ്പിക് ഗുസ്തിക്കാർ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് വനിതാ അത്ലറ്റുകളെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന് ആരോപിച്ച് പരസ്യമായി പ്രതിഷേധിച്ചു. എന്നിരുന്നാലും 2025 റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ (WFI) ന്യൂഡൽഹി 21 അശോക റോഡിലുള്ള സിംഗിന്റെ സ്വകാര്യ വസതിയിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഒരിക്കൽ ആരോപണവിധേയമായ ദുരുപയോഗത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്ന ഒരു കെട്ടിടം WFI കൊനാട്ട് പ്ലേസിലോട്ട് സ്ഥലം മാറുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും WFI സിംഗിന്റെ വസതിയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കേസുകൾ ഒരു ഭീകരമായ മാതൃക വെളിപ്പെടുത്തുന്നു. രാഷ്ട്രീയമായ സംരക്ഷണം, വെപ്പണൈസേഷൻ ഓഫ് വുമൻസ് ബോഡി. ഇതാണോ നിങ്ങളുടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ? എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്തിനാ എത്ര അധികം പണം ചെലവഴിക്കുന്നതെന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം വിദേശയാത്രകൾ നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നിട്ടും നമ്മുടെ FDI ഓൾ ടൈം ലോ ആയിട്ട് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ വെറും 24 മണിക്കൂർ മുമ്പേ ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഉറ്റ സുഹൃത്ത്, ഡിയർ ഫ്രണ്ട് എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യക്ക് 25% താരിഫ് നൽകി. കൂടാതെ പെനാൽറ്റി വേറെയും. മോദിയുടെ സമീപകാല വിദേശയാത്രകളുടെ ചെലവുകൾ നമുക്ക് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാം. ഞാനല്ല, MEA എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി പറയുന്നത് പ്രകാരം നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 21-നും 25-നും ഇടയിൽ യാത്രകൾക്കായി ഏകദേശം 350 കോടി ചെലവഴിച്ചു. ഫ്രാൻസ് 25 crore 59,82,902. അമേരിക്ക 16 crore 54,84,302. തായ്ലൻഡ് 4 crore 92,81,208. ശ്രീലങ്ക 4 crore 46,21,690. UAE 5 crore 31,95,485. Saudi Arabia 15 crore 54,03,792. ബ്രസീലിലെ മൗറീഷ്യസിലെ ഇതുവരെ സെറ്റിൽ ചെയ്തിട്ടില്ല. കുറച്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ ചെയ്ത സമയത്ത് 22 തവണയാണ് ട്രംപ് ഇന്ത്യൻ പാക് യുദ്ധം നിർത്തിയതിന് ക്രെഡിറ്റ് എടുക്കുന്നത്. ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇന്നലത്തതും കൂടെ ചേർത്ത് ആ സംഖ്യ ഏകദേശം 28 മാറി. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ FDI, ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ്. എങ്കിലും ഇപ്പോഴത്തേക്ക് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ വിദേശ പണം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാനും പിന്നെ തൊഴിലവസരങ്ങൾക്കും പിന്നെ നമ്മുടെ എക്കണോമി ബൂസ്റ്റ് ചെയ്യാനും കഴിയും. ഞാൻ വീണ്ടും ചോദിക്കുന്നത്, എന്തിനാണ് സർ ഇത്രയധികം പണം ചെലവഴിക്കുന്നത്? ഞാൻ എന്തിനാ സർക്കാരിനെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ ഇത്ര അധികം വിമർശിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഉത്തരം വളരെ ലളിതമാണ്. ഞാൻ എത്തിക്കൽ ജേർണലിസത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ കടമ എന്താണെന്ന് വെച്ചാൽ അധികാരത്തിരിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ പ്രതിപക്ഷത്തെ അല്ല. 2014 മുതൽ പ്രതിപക്ഷം പൊതുജനങ്ങളിൽ നിന്ന് വ്യാപകമായി വിമർശനം
തിരസ്കരണവും നേരിടുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഇന്ത്യയിൽ നിലവിൽ നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം അധികാരത്തിൽ ഇരിക്കുന്നവർക്കാണ്, അധികാരത്തിന് പുറത്തുള്ളവർക്കല്ല. നമ്മുടെ FDI എക്കാലത്ത് താഴ്ന്ന നിലയിലാണ്. ഇറ്റ്സ് ഓൾ ടൈം ലോ. ഇതൊക്കെയാണെങ്കിലും നയതന്ത്രത്തിന്റെ പേരിൽ നിങ്ങൾ ലോകം ചുറ്റി സഞ്ചരിക്കുന്നത് തുടരുന്നു. പാകിസ്ഥാനുമായി നമുക്കൊരു യുദ്ധമുണ്ടായിരുന്നു. ഇന്നലെ ഇന്ത്യൻ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇത്തവണ തന്റെ ജെറ്റിൽ വെച്ച് നടന്ന ഒരു വാർത്താസമ്മേളനത്തിനായിരുന്നു ക്രെഡിറ്റ് എടുത്തത്. അതിനുശേഷം 25% താരിഫ് ചുമത്തുകയും റഷ്യൻ എനർജി മേടിക്കുന്നതിനും പിഴകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. Reuters that India is preparing to face higher U.S. tariffs between 20 and 25%. Is that what you're tracking, or what do you think the rate will be for India? That they are going to pay 25%. That India is preparing to face higher U.S. tariffs between 20 and 25%. Yeah, I think so. Look, they're my friends, and he's my friend. And, they ended the war with Pakistan at my request, and that was great. What kind of a diplomacy is this, Prime Minister Narendra Modi? എന്ത് തരം നയതന്ത്രമാണിത്? കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ഡൽഹിയിൽ വെച്ച് G20 നടത്തി. ഏകദേശം 4200 കോടി രൂപ ചെലവായി. എന്നിട്ട് നമ്മുടെ FDI ഓൾ ടൈം ലോയിലാണ്. അപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ഇതുവരെ എന്താണ് നേടിയത്? വെറും 0.3 ബില്യൺ മാത്രമുള്ള നിക്ഷേപമോ? അതും ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും താഴ്ന്ന നിരക്ക്. ഇന്നലെ പാർലമെന്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയോട് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഞാൻ ഒരു കാര്യം പ്രതീക്ഷിച്ചു. അത് अब कांग्रेस का भरोसा पाकिस्तान के रिमोट कंट्रोल से बनता है और बदलता है. माननीय लेकिन ये दुर्भाग्य है कि मेरे देश के वीरों के पराक्रम को कांग्रेस का समर्थन नहीं. സർക്കാരിനെ ചോദ്യം ചെയ്താൽ നിങ്ങൾ ഉടൻ തന്നെ ദേശവിരുദ്ധനായോ പാകിസ്ഥാൻ അനുഭാവിയോ ആയോ മുദ്രകുത്തും. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഒഴിവാക്കാൻ വേണ്ടി മാത്രം ഇത്രയും നറേറ്റീവ്സ് നിരന്തരം സൃഷ്ടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇത്ര അധികം അഡ്വർടൈസ്മെന്റിന് പണം ചെലവഴിച്ചിട്ടും ഒരു പ്രസ് കോൺഫറൻസ് പോലും ഇതുവരെ വെച്ചിട്ടില്ല. അധികാരമേറ്റതിന് ശേഷം ഇതുപോലത്തെ പ്രൊപ്പഗണ്ട ഇന്റർവ്യൂസ് പണം കൊടുത്ത് ഷൂട്ട് ചെയ്താലും ഒരു പ്രസ് കോൺഫറൻസ് പോലും അദ്ദേഹം ചെയ്യില്ല. കാരണം വ്യക്തമാണ്, ചോദ്യം ചെയ്യപ്പെടുമെന്ന പേടി. പൊതുജനങ്ങളുടെ പണം ഇത്ര അധികം ചെലവഴിക്കുമ്പോൾ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. കാരണം അത് നികുതി പണമാണ്. അത് ചെലവഴിക്കുന്നത് ആരാണെങ്കിലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നു, സമ്പാദിക്കാതെ ചെലവഴിക്കൽ മാത്രമുള്ള എന്ത് തരം ബിസിനസ് മോഡലാണിത്? ഈ കഴിഞ്ഞിടയ്ക്ക് ഇന്ത്യയിൽ യുദ്ധമുണ്ടായപ്പോൾ രാജ്യത്തിലെ സകല ജനങ്ങളും പ്രതിപക്ഷ കക്ഷികളും പ്രധാനമന്ത്രിക്കൊപ്പമായിരുന്നു. എന്നാൽ ഉത്തരവാദിത്തത്തിന്റെ സമയമായപ്പോൾ പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്ന എല്ലാവരും ദേശവിരുദ്ധനായി മാറുന്നു. लेकिन कांग्रेस मुद्दों के लिए पाकिस्तान पर निर्भर होती जा रही है. ഒരുപക്ഷെ അതായിരിക്കും ഇന്ത്യയുടെ പുതിയ സർവ്വസാധാരണം. എന്നെ ദേശവിരുദ്ധനായിട്ട് മുദ്രകുത്തിയാൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഞാൻ എത്തിക്കൽ ജേർണലിസത്തിൽ വിശ്വസിക്കുന്നു. അധികാരത്തിൽ ഇരിക്കുന്നവരെ ഞാൻ ഇനിയും ചോദ്യം ചെയ്യും. അതന്നെയാണ് എൻ്റെ നിലപാട്. നമസ്തേ. ഞാൻ നമസ്തേ പറഞ്ഞ് പോയി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നു. ഇന്ത്യൻ പാക് യുദ്ധം നിർത്തിയത് ട്രംപ് ആണെന്ന് നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാം. വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന സ്ഥിരീകരണം അനുസരിച്ച് ട്രംപ് ഇന്ത്യൻ പാക് യുദ്ധം നിർത്തിയതിന് അവാർഡ് വരെ മേടിക്കാൻ പോകുകയാണ്. The president has now ended conflicts between Thailand and Cambodia, Israel and Iran, Rwanda and the Democratic Republic of the Congo, India and Pakistan, Serbia and Kosovo, and Egypt and Ethiopia.
This means President Trump has brokered, on average, about one peace deal or ceasefire per month during his 6 months in office. It's well past time that President Trump was awarded the Nobel Peace Prize. അതിന്റെ തൊട്ടുപുറേ വൈറ്റ് ഹൗസിൽ നിന്ന് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റും വന്നു. Very important. Yeah, please. Mr. President, you mentioned today that India, in addition to its 25% tariff rate, would pay an additional penalty because of its support of Russia. What is that additional penalty? And are other countries facing the same threat? Well, we're negotiating right now, and it's also BRICS. You know, they have BRICS, which is basically a group of countries that are anti the United States, and India is a member of that, if you can believe it. It's an attack on the dollar, and we're not going to let anybody attack the dollar. So it's partially BRICS, and it's partially the trade situation. It's the deficit. We had a tremendous deficit. So, as you know, Prime Minister Modi is a friend of mine, but they don't do very much business in terms of business with us. They sell a lot to us, but we don't buy from them. You know why? Because the tariff is so high. They have one of the highest tariffs in the world. Now they're willing to cut it very substantially, but we'll see what happens. ഇതായിരിക്കും കഴിഞ്ഞിടയ്ക്ക് പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ ഇന്ത്യാസ് न्यू नॉर्मल भारत ने सेट कर दिया है. നമസ്തേ.